കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സകല മാനവും മഹത്വവും കൊടുക്കുന്നു. ഇന്ന് ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പക്കലേൽപ്പിച്ച ഒരു ദൈവിക ദൂത ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗമാണ്. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയുമില്ല. വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയ യെരിഹോ മതിലിനെ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാൻ യോശുവയും ഇസ്രായേൽ മക്കളും തയ്യാറായപ്പോൾ അവരുടെ മുമ്പിൽ അടച്ച വഴിയെ ദൈവം വാതിലുകൾ തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ പ്രാരംഭ സെക്കൻഡുകളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. നമ്മുടെ മുൻപോട്ടുള്ള ഗമനത്തെ തടയുന്ന, നമ്മുടെ മുൻപോട്ടുള്ള സ്തോത്രം ദൈവപ്രവർത്തി നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് ദൈവപ്രവർത്തികൾ കേട്ടിട്ടുണ്ട്, ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന് തടസ്സമായി വൻമതിൽ പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രതിസന്ധിയെ വഴിമാറ്റിവിടുന്ന, ഇടിച്ചു കളയുന്നൊരു ദൈവപ്രവൃത്തി നമ്മുടെ മുൻപിൽ ചലിക്കും, നമ്മുടെ കുടുംബത്തിനകത്ത് ചലിക്കും. യോശുവയോട് ദൈവത്തിൻ്റെ ആത്മാവ് 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇടപെട്ടു. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരകത്തോട്ട് കയറരുതെന്ന് യെരിഹോ മതിൽ അടച്ചുറപ്പാക്കിയിരുന്നോ അതേ പദത്തിൽ നിന്നുകൊണ്ട് തന്നെ യഹോവയായ ദൈവം യോശുവയോട് പറയാ, അതേ ഞാൻ നിന്റെ കയ്യിൽ യെരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാളിതുവരെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളിതുവരെ അങ്ങയുടെ മുൻപിൽ തുറക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച, അങ്ങയുടെ മുമ്പിൽ ഇനി ഒരു സാധ്യതയുമില്ല എന്ന് വിധി എഴുതിയ ചില മേഖലകളെ നോക്കി, ചില വിഷയങ്ങളെ നോക്കി ആത്മാവിൽ, പ്രവചനാത്മാവിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഈ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ അയച്ച് നമ്മുടെ ആ വഴികളെ, ആ വാതിലുകളെ ദൈവം തുറന്നു തരുവാനിടയായി തീരും. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ യോശുവയും ദൈവമക്കളും വാഗ്ദത്തം കേട്ടാണ് ഇറങ്ങി തിരിച്ചത്. എന്താണ് അവർ കേട്ട വാഗ്ദത്തം? വാഗ്ദത്ത കനാനിലെത്തിക്കുമെന്ന് കേട്ട ദൈവശബ്ദത്തിനെതിരായി അവർ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച സ്തോത്ര സ്വപ്നം കണ്ട വാഗ്ദത്തത്തിനെതിരായി യെരിഹോ മതിൽ ഇവിടെ ഉയർന്നു നിൽക്കുമ്പോൾ യഹോവയായ ദൈവം യോശുവയോട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്യണം. എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെ യഹോവയായ ദൈവം യോശുവയോട് കൽപ്പിച്ചത് യോശുവയും ഇസ്രായേൽ മക്കളും യോദ്ധാക്കളും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, അനുസരിക്കുന്നു എങ്കിൽ നടക്കുവാൻ പോകുന്നത് അടുത്ത വാക്യത്തിൽ പറയാം, അപ്പോൾ പട്ടണമതിൽ വീഴും. ദൈവത്തിന് സ്തോത്രം. ജനമോരോരുത്തൻ നേരെ കയറുകയും വേണം. പ്രിയപ്പെട്ടവരെ, നാളിതുവരെ പ്രശ്നസമാനമായ മതിൽക്കെട്ടുകൾ എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വെച്ചു പുലർത്തി ശത്രുവായവൻ വെല്ലുവിളിക്കുകയും ആ വഴി അടഞ്ഞു, ഇനി നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഗമനത്തെ തടയുമെന്ന് വെല്ലുവിളിച്ച യെരിഹോ മതിൽ പോലെ സമാനമായ മതിൽക്കെട്ടുകൾ ഉയർത്തിയതിനെ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. അത് വീഴും. അങ്ങയുടെ മുമ്പിൽ ശത്രു അടച്ച വാതിലുകൾ, വഴികൾ എല്ലാം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിച്ച് പുതിയ വഴികൾ ദൈവം വെട്ടി തുറക്കുവാനിടയായി തീരും. ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയോട് പറയുകയാ, അതേ ഞാൻ പറയുന്ന കൽപ്പന നീ കേട്ടനുസരിച്ച്, നിന്റെ ഇസ്രായേൽ മക്കൾ കേട്ടനുസരിച്ചാൽ അപ്പോൾ പട്ടണമതിൽ വീഴും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദത്തിന് ചെവി കൊടുത്താൽ, അങ്ങ് കേട്ട ദൈവശബ്ദത്തിനും പ്രവചന
ദൂതിനുമെതിരെ നാളിതുവരെ കെട്ടി ഉയർത്തിയ ചില പട്ടണമതിലുകൾ, ചില പ്രശ്നസമാനമായ മതിൽക്കെട്ടുകളെ ഇടിച്ചു കളഞ്ഞു ദൈവപ്രവൃത്തി അങ്ങയ്ക്ക് വേണ്ടി ചലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. എരിഹോവിനെ നോക്കി പറയുകയാണ്, അപ്പോൾ പട്ടണമതിൽ വീഴും. എപ്പോൾ? ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുമ്പോൾ. മാനുഷിക ബുദ്ധി കൊണ്ട് ആലോചിക്കുകയല്ല, ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുകയും ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുകയും അതിൻ പ്രകാരം മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കുകയും ചെയ്യുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചില മതിൽക്കെട്ടുകൾ, പ്രശ്നമായിട്ട് ഉയർന്നു നിന്ന ചില മതിൽക്കെട്ടുകൾ അങ്ങയുടെ മുൻപിൽ ഇടിഞ്ഞു വീഴുവാൻ, ആമെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, എന്താ? മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ, മുമ്പോട്ട് 1% പോലും ചലിക്കുവാൻ സാധ്യമല്ലാത്തതുപോലെ കോട്ട കെട്ടി സുരക്ഷിതമാക്കിയ ആ മതിൽക്കെട്ടിനെ, എരിഹോ മതിലിനെ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സമയങ്ങളിൽ തന്നെ കോട്ട കെട്ടി സുരക്ഷിതമാക്കി നീ ഇനി മുൻപോട്ട് പോകത്തില്ലെന്ന് വാദിച്ചതിനെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മുമ്പിൽ നിന്ന് വഴിമാറ്റി ദൈവപ്രവർത്തികൾ അങ്ങയ്ക്ക് വേണ്ടി ചലിപ്പിക്കുവാനിടയായി തീരും. വിശ്വാസത്തോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ഇന്ന് പകൽ ആമേൻ പറഞ്ഞു തുടങ്ങുക. ദൈവശബ്ദം യോശുവ കേട്ടപ്പോൾ എരിഹോവിനെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും യോശുവയുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുവാനിടയായി തീർന്നു. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. 1-ാമത്തെ വാക്യം പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയുമില്ല, അകത്തു കയറിയുമില്ല. എന്നാൽ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആരും അകത്തു കയറാതെ വണ്ണം അടച്ചു വച്ചതിനെ 5-ാമത്തെ വാക്യത്തിൽ പറയാം, അപ്പോൾ പട്ടണമതിൽ വീഴും. അടുത്ത പറയുന്നു, ജനമോരോരുത്തൻ നേരെ കയറണം. അപ്പോൾ പട്ടണമതിൽ വീഴും. എപ്പോൾ? ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുമ്പോൾ, ദൈവശബ്ദത്തിന് കാതു കൊടുക്കുമ്പോൾ, ദൈവശബ്ദത്തിന് അനുസരണ മനോഭാവത്തോടെ വിശ്വാസത്തോടെ മൂവ് ചെയ്യുമ്പോൾ മുൻപിൽ ഉയർത്തിയ ചില പട്ടണമതിലുകൾ വീഴുമെന്നേ, ചില പ്രശ്നങ്ങൾ വഴിമാറുമെന്നേ, ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി ചലിക്കും. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടെ ആമേൻ, നാളിതുവരെ മുമ്പിൽ ഒന്നും ഒരു സാധ്യതയുമില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവപ്രവൃത്തി എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചലിക്കും, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. നാളിതുവരെ ഉയർത്തിയ പട്ടണമതിലെ വഴിമാറ്റി ദൈവപ്രവർത്തികൾ ചലിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.